നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിക്ടർ കുപ്രൈച്ചിക്കിൻ്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1989-ലാണ്. ബ്രസീലിയൻ ഗ്രാൻഡ് മാസ്റ്റർ സണ്ണി നെറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ വിക്ടർ വൈറ്റ് സൈഡും നെറ്റോ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് സിസിലിയനാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെതിരായി ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് B5 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ വെട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ E4 പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ടോട് കൊടുക്കുന്നതോടൊപ്പം കാസ്ലിങ്ങിനും സൗകര്യം ഉണ്ടാക്കുന്നു. അടുത്തായി ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെയും ക്വീനിൻ്റെയും ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് എന്തായാലും നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നതിന് പകരം ക്വീന് വെച്ച് തിരിച്ചു വിട്ടാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ക്വീനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പീസിൽ വെച്ച് സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന് ഈ ഡയഗണലിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. വൈറ്റിൻ്റെ E4 പോൺ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് എത്രയും വേഗം ആ ക്വീനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വിട്ടാണെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് തിരിച്ചു വിട്ടാം. അതിനുശേഷം റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ക്വീനെ ഈ ഡയഗണലിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വിട്ടുന്നില്ല. പകരം B4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതുവരെ ഇതൊരു നോർമൽ ഗെയിമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത മൂവ് മുതൽ കുപ്രൈച്ചിക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഗെയിമുകളിലൊന്നായിട്ട് ഈ ഗെയിമിനെ മാറ്റുകയാണ്. അദ്ദേഹം ഇവിടെ വളരെ മികച്ച രീതിയിൽ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഈ അറ്റാക്കുള്ള നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം നോക്കാം. ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് പോണിനെ വെട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് വരുന്നതോടൊപ്പം ഡിസ്കവേർഡ് ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവന്നത്. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചെക്കോട് കൂടി നൈറ്റ് വെച്ച് നൈറ്റിനെ വിട്ട് എടുക്കാം. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. പകരം ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവന്ന് അറ്റാക്കുള്ള നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെയും വൈറ്റ് നേരത്തെ കണ്ട അതേ ട്രാപ്പിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ക്വീൻ അറ്റാക്കിൽ നിന്നും കണ്ടെങ്കിലും മാറുമ്പോൾ ഈ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ബിഷപ്പും ക്വീനും വെച്ചുള്ള ആ ഒരു ചെക്ക്മേറ്റ് ഫിഷിനെ ഒഴിവാക്കാം. അല്ലാതെ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ നേരത്തെ കണ്ട പോലെ പോൺ വെച്ച് പോണിനോട്ടിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും നൈറ്റ് വെച്ചോ പോൺ വെച്ചോ ആ നൈറ്റിനോട്ട് എടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കിങ്സിലേക്ക് കാസിലിങ്ങുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം E7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ക്വീനിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വൈറ്റ് നൈറ്റ് വെച്ച് ആ ബിഷപ്പിനോട്ട് എടുക്കുന്നതോടെ ബ്ലാക്കിന് കാസ്ലിങ്ങിനുള്ള അവകാശം നഷ്ടപ്പെട്ടേനെ. അതുകൊണ്ടാണ് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം D6ലേക്ക് ഡെവലപ്പ് ചെയ്തത്. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കാക്കാൻ കഴിയും. എന്നാൽ വൈറ്റ് ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പകരം ബ്ലാക്കിനിവിടെ കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. അതും ഒരു ട്രാപ്പാണ്. ആ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ബ്ലാക്ക് ഇപ്പോൾ കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്ക് ഇവിടെ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ
വൈറ്റിന് ബിഷപ്പിനെ H6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. അതോടെ ബ്ലാക്കിൻ്റെ റൂക്ക് ട്രാപ്പിലാവും. ആ റൂക്കിനിപ്പോൾ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റാണ്. ആദ്യം ക്വീൻ G4ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, H8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ G7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതകളുണ്ട്. ബ്ലാക്ക് ഇപ്പോഴും കാസ്ലിംഗ് ചെയ്യുന്നില്ല, പകരം ബിഷപ്പിനെ C5ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ് ചെയ്യാണ്. ബിഷപ്പിനെ H6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇങ്ങനൊരു ബിഷപ്പ് സാക്രിഫൈസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈറ്റ് ആദ്യം തന്നെ റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ഈ D5 കൺട്രോൾ ചെയ്തത്. വീണ്ടും വലിയൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടിരുന്നെങ്കിൽ ഈ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ആ നൈറ്റിനെ ഇട്ടെടുക്കാം. ഇപ്പോൾ ചെക്കുമാണ്, അതുപോലെ വൈറ്റിന് ഈ D5 ഓപ്പണായി കിട്ടിയിട്ടുമുണ്ട്. ഈ ചെക്ക് ഒഴിവാക്കുന്നതിന് ബ്ലാക്കിനിപ്പോൾ 3 ഓപ്ഷനാണുള്ളത്. കിങ് D8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ നൈറ്റിൻ്റെ സഹായത്തോടെ ഒരു ചെക്കോടുകൂടി D7ലെ പോയിന്റ് എടുത്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. F8ലേക്ക് മാറിയാലും റൂക്ക് വെച്ച് D7ലെ പോയിന്റ് എടുക്കാം. അതിനുശേഷം ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കാം. അല്ലാതെ കിങ് E7ലേക്കാണ് മൂവ് ചെയ്താലും റൂക്ക് വെച്ച് D7ലെ പോയിന്റ് എടുക്കൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 3 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കണം. എന്നാലും അടുത്ത മൂവിൽ ക്വീൻ H5ലേക്ക് ഒന്ന് ബിഷപ്പിനെതിരെയും പോണെതിരെയും അറ്റാക്ക് വരുമ്പോൾ ഈ 2 ബിഷപ്പുകളിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് ബ്ലാക്കിന് നഷ്ടമാകും. അല്ലാതെ കിങ് F8ലേക്ക് മൂവ് ചെയ്താലും നേരത്തെ കണ്ടപോലെ തന്നെ ക്വീൻ H5ലേക്ക് വന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതുള്ളൊരു ഓപ്ഷൻ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും ക്വീൻ F3ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ് G7ലേക്ക് മാറുകയാണെങ്കിൽ ക്വീനെ വെച്ച് പോണിട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഏത് സ്കോറിലേക്ക് തന്നെ മാറിയാലും തുടർച്ചയായിട്ട് ചെക്കുകൾ വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ക്വീൻ സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്തതോടെ വൈറ്റിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. എന്നാൽ വൈറ്റ് ഇവിടെ ഈ അറ്റാക്കിലുള്ള 2 പീസുകളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ B5ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്കുമാണ്. ആ ക്വീന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ബാക്കിയുള്ളൂ. ആ D6ലേക്ക് പോയാൽ ഡിസ്കവേർഡ് അറ്റാക്കിന് സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോഴും സെയിം അവസ്ഥയാണ്. ക്വീനിന് പോകാനായിട്ട് വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ബ്ലാക്ക് ക്വീനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിൻ്റെ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും വൈറ്റിൻ്റെ 2 പീസുകൾ ഇവിടെ ഫോർക്കിലായിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ പോണിട്ടിക്കൊണ്ട് ആ ഫോർക്കിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ ഒരു സാധ്യതകളുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നില്ല, F8ലേക്ക് കൊണ്ടുവന്ന് G7ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ വൈറ്റിനിവിടെ ഒരു പീസ് കൂടെ നഷ്ടമാകുമെന്ന് ഉറപ്പായി. എന്നാൽ വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് G7ലെ പോണിട്ട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇങ്ങനൊരു ഫോർക്കുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ഒരു പീസ് നഷ്ടമാകും എന്നതുകൊണ്ട് മാത്രമല്ല വൈറ്റ് ഇങ്ങനൊരു സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. വൈറ്റിൻ്റെ പ്രധാന ഉദ്ദേശം ബ്ലാക്കിൻ്റെ ക്വീനെ ഈ ഡയഗണലിൽ നിന്നും മാറ്റുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഈ അറ്റാക്കിലുള്ള നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട്
E5 മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആകുകയും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. എന്നാൽ വൈറ്റ് ഇവിടെ പോൺ ഉപയോഗിച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇവിടെ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല. പകരം ക്വീനിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോഴും ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വീൻ വെച്ച് ഈ നൈറ്റിനെ കൊണ്ടുന്നതിന് പകരം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. അങ്ങനെ ക്വീൻ വെച്ച് നൈറ്റിനോട് എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോടുകൂടി ഈ ബിഷപ്പിനെ വിട്ടെടുക്കാൻ കഴിയും. ഇങ്ങനൊരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേരത്തെ ഈ ഡയഗണലിലേക്ക് ഉണ്ടായിരുന്ന ബ്ലാക്കിൻ്റെ ക്വീനെ ഒരു ബിഷപ്പ് സാക്രിഫൈസിലൂടെ അവിടെ നിന്നും ഒഴിവാക്കിയത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ ബിഷപ്പ് വെച്ചാണ് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അടുത്ത 3 മൂവിലെ ചെക്ക്മേറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ വിടേണ്ട ആവശ്യമില്ല. ആദ്യം റൂക്കിനെ A8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് പിന്നിങ്ങിലായതിനാൽ ബിഷപ്പ് വെച്ച് റൂക്കിന് ഇടാൻ പറ്റില്ല. കിങ്ങിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ B7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ C7ലേക്ക് മൂവ് ചെയ്യാം. B7ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ C7ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ A7ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെയും ഒരു ഓപ്ഷനേ ഉള്ളൂ. ഈ സ്ക്വയറിലേക്ക് റൂക്കിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ A5ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടേക്ക് റൂക്കിന് കൺട്രോൾ ഉണ്ട്. ഈ സ്ക്വയർ പോണിൻ്റെ കൺട്രോളാണ്. അതോടെ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ആദ്യം റൂക്കിനെ A7ലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത മൂവിൽ ക്വീനെ B6ലേക്ക് കൊണ്ടുവന്ന് ഈ ബിഷപ്പിനെ പിൻ ചെയ്യാനും അടുത്ത മൂവിൽ ക്വീനെ വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് അവിടെ ചെക്ക്മേറ്റ് കൊടുക്കാനും കഴിയും. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് റൂക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ഈ ബിഷപ്പിനെ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 4 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ആദ്യം റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിൻ്റെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് A8ലേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സാക്രിഫൈസും ബ്ലാക്കിന് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് റൂക്ക് വെച്ച് D7ലെ പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെയും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം, അല്ലെങ്കിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇവിടെ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറ്റിയാലും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിലും ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ A8ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിന്ന് ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ബിഷപ്പിന് പോണിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് ബിഷപ്പ് ഇട്ടുകൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. വൈറ്റിൻ്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് ഇനി എങ്ങനെയാകും അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇവിടെ ഇപ്പോൾ ഈ അറ്റാക്കുള്ള നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം വീണ്ടും ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് D6ലെ പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെയും വൈറ്റ് ഒരേ സമയം 2 പീസുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഇതിൽ ഏത് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും അടുത്ത മൂവിൽ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴും ബ്ലാക്ക് ഈ 2 സാക്രിഫൈസുകളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വന്ന വളരെ മികച്ചൊരു മൂവായിട്ട് തന്നെ കണക്കാക്കാം. കാരണം ഈ ഒരു മൂവോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന 2 അറ്റാക്കുകളും നിലനിർത്താനും കഴിയുന്നുണ്ട്.
വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലാക്കിൻ്റെ റൂക്കിന് ഇട്ടെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് തന്നെ തിരിച്ചു വെട്ടാം. ഇതോടെ വൈറ്റിനുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും നഷ്ടമാകുകയും ബ്ലാക്കിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും കഴിയും. എന്നാൽ വൈറ്റ് ഇവിടെയും വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസാണ് ചെയ്യുന്നത്. നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അറ്റാക്കിലുണ്ടായിരുന്ന നൈറ്റിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ക്വീൻ വെച്ച് ബിഷപ്പിനുള്ള സപ്പോർട്ട് ഒഴിവാക്കുക എന്നാണ്. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനാണ് വെട്ടുന്നതെങ്കിൽ വൈറ്റിനെ ക്വീൻ വെച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് തന്നെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ നൈറ്റ് സാക്രിഫൈസാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്കുമാണ്. വൈറ്റിന് ആ നൈറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ക്വീൻ വെച്ചുണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പോഴും ബ്ലോക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ക്വീന് വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഇവിടെ നിന്ന് മാറ്റാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ കണ്ടവർ തന്നെ ബിഷപ്പിനോട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മെറ്റാകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ക്വീൻ A7ലേക്ക് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ C7ലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ വീണ്ടും ചെക്ക് കൊടുത്താലും ആ മൂവുകൾ ആവർത്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീനെ A7ലേക്ക് കൊണ്ടൊന്നും ചെക്ക് കൊടുക്കുന്നില്ല. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. റൂക്കിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവും വളരെ സ്ട്രോങ് ആണ്. കാരണം ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് C6ലേക്ക് വന്നതോടെ ഈ 2 സ്ക്വയറുകളും വൈറ്റിനെ കൺട്രോളിലായിരിക്കുകയാണ്. ഇനി അടുത്ത മൂവിൽ ക്വീനെ A7ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുത്ത് ചെക്ക്മെറ്റ് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ എടുക്കാം. ഇതോടെ A8 സ്ക്വയറും വൈറ്റിൻ്റെ കൺട്രോളിലാകും. ഇനി അടുത്ത മൂവിൽ റൂക്ക് A8ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. ആ ചെക്ക്മേറ്റ് ഒഴിവാക്കാനായിട്ട് ബ്ലാക്കിനിപ്പോൾ അധികം ഓപ്ഷനൊന്നുമില്ല. വേണമെങ്കിൽ ഓരോ പീസുകളായിട്ട് സാക്രിഫൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാലും ഈ ചെക്ക്മേറ്റ് കുറച്ചുകൂടെ വൈകിക്കാം എന്നല്ലാതെ അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് C6ലേക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഇത് വളരെയധികം സാക്രിഫൈസുകളുള്ള വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.